യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗം, കന്നിപ്രസംഗം. മർക്കോസിലെ വിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ നമ്മുടെ സഭാ കലണ്ടർ അനുസരിച്ച്, ലിറ്റർജിക്കൽ കലണ്ടർ അനുസരിച്ച് അനുതാപം, മാനസാന്തരം, വീണ്ടെടുപ്പ്, ഈ 3 ചിന്തകൾ 3 ദിവസങ്ങളായി ധ്യാനിക്കുവാനായി വേർതിരിച്ചിരിക്കുന്ന ആ ദിനങ്ങളാണ്. പഴയ നിയമ പ്രവാചകന്മാരെല്ലാവരും ഇസ്രായേൽ ജനത്തോട് എപ്പോഴും ഉത്ബോധിപ്പിച്ചിരുന്നത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നായിരുന്നു. യോനാ പ്രവാചകൻ്റെ പുസ്തകം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് വേറൊന്നല്ല, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക, അനുതപിക്കുക, വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരിക. യേശു പറഞ്ഞു, കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ കാതലായിട്ടുള്ള സന്ദേശം മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാനസാന്തരം മടങ്ങി വരവാണ്. അത് പിതാവിങ്കിലേക്കുള്ള മടങ്ങി വരവാണ്. യേശു പറഞ്ഞ ഏറ്റവും ഉദാത്തമായിട്ടുള്ള, സുന്ദരമായിട്ടുള്ള ഒരു ഉപമയാകുന്നല്ലോ ലൂക്കോസിൻ്റെ വിശേഷം 15-ാം അധ്യായത്തിൽ നൽകിയിരിക്കുന്നത്. മടങ്ങി വന്ന മകൻ്റെ ഉപമ. അവൻ ചിന്തിച്ചത് പ്രാവർത്തികമാക്കി. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും. അപ്പം ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകൻ എന്ന പേരിന് പോലും ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ എന്ന് അവൻ ചിന്തിക്കുകയും ഉറപ്പിക്കുകയും ചെയ്ത് തീരുമാനിച്ചുറപ്പിച്ചു. അവൻ അപ്പൻ്റെ അടുക്കൽ വന്നത് പറയുന്നു. പിതാവിങ്കിലേക്കുള്ള മടക്കയാത്രയാണ് മനസ്സാന്തരം എന്ന് പറയുന്നത്. സഹോദരനിലേക്കുള്ള, അപരനിലേക്കുള്ള മടക്കയാത്രയാണ്. ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു ചിന്താധാരയാണ് പഴയ നിയമത്തിൽ നൽകിയിരിക്കുന്ന. യേശാവും യാക്കോബും തമ്മിൽ കണ്ടുമുട്ടുന്നതായിട്ടുള്ള അനർഘ നിമിഷം. 14 വർഷത്തിന് ശേഷം മടങ്ങി വരുന്ന സഹോദരനെ സ്വീകരിക്കുവാൻ ചെന്നതായിട്ടുള്ള യേശാവ് യാക്കോബും തമ്മിൽ പറയുന്നു, ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിൻ്റെ മുഖം കാണുന്നു. അവരനിൽ ദൈവമുഖം കാണുവാൻ കഴിയുന്നത് ഈ മനസ്സാന്തരമാണ്, മടങ്ങി വരവാണ്. പരിസ്ഥിതിയിലേക്കുള്ള മടക്കയാത്ര കൂടിയാണിത്. കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വായിച്ചത്, വാക്യങ്ങളാണ് വായിച്ചത്. വയലിലെ താമര എങ്ങനെ ദൈവം അണിയിക്കുന്നു, ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ. വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നിന്നാണ് പാഠഭാഗം വായിച്ചത്. സർവസൃഷ്ടിയും ഈറ്റുന്നവോടെ കാത്തിരിക്കുന്നു, ദൈവ കൃപയുടെ വെളിപാടിനായി, പുതിയ സൃഷ്ടിയുടെ വെളിപാടിനായി കാത്തിരിക്കുന്നു. ഈ മടക്കയാത്രയാണ് ഈ ദിനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായുള്ള ദൈവവചന ചിന്ത എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് വായിച്ച വേദഭാഗത്ത് ആത്മീയതയുടെ അന്തസത്തയാണ് വെളിവാക്കുന്നത്. ആത്മീയത ഒരുവൻ്റെ അകംപൊളിയലാണ്, അഹമില്ലാതാക്കുന്നതാണ്, ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുന്നതാണ്. ആത്മീയത ഒരുവൻ്റെ അകംപൊളിയലാണ്. അത് നമ്മുടെ ഭൗതികമായിട്ടുള്ള സ്വപ്ന ലോകത്ത് നിന്ന് നമുക്ക് പോകേണ്ടുന്നതായിട്ടുള്ള ഇടത്തേക്ക്, ദൈവസ്നേഹത്തിൻ്റെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ പരിപരത്തെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള യാത്രയാണ്. സ്പിരിച്വാലിറ്റി, ഇറ്റ് ഈസ് എ ജേർണി ഫ്രം സെൽഫ് ടു ഗോഡ് ആൻഡ് വിത്ത് ഗോഡ് ടു ദി വേൾഡ്. സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും ദൈവത്തോടു കൂടി ലോകത്തിലേക്കും ഉള്ള പ്രയാണം. ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ ഗീവർഗീസ് മർത്തനേഷ്യസ് തിരുമേനിയുടെ വാക്കുകളിൽ ഭവനത്തെക്കുറിച്ചുള്ള നിർവചനം ഇപ്രകാരമാണ്. നമ്മുടെ ഭാഷയിലെ ഏറ്റവും ശക്തമായ വാക്കുകളിലൊന്നാണ് ഭവനം. അതിനു ചുറ്റും നമ്മുടെ മധുരസ്മരണകൾ ഓളം തല്ലി നിൽക്കുന്നു. അതിൻ്റെ ചുവരുകൾ നമുക്കഭയമാണ്. ലോകം നമുക്ക് നേരെ മുഖം തിരിക്കുമ്പോൾ നമുക്ക് ഓടിയെത്തുവാൻ കഴിയുന്ന ഇടത്തിൻ്റെ പേരാണ് ഭവനം.
ലോകം നമുക്ക് നേരെ മുഖം തിരിക്കുമ്പോൾ ഓടിയെത്തുവാൻ കഴിയുന്ന ഇടത്തിൻ്റെ പേര് ഭവനം. ബ്രദർ ലോറൻസ് അടുക്കളയെ അൾത്താരയാക്കി മാറ്റിയതായിട്ടുള്ള വിശുദ്ധനായിരുന്നു. യേശു കാനാവിലെ വിരുന്നുമേശയിൽ നിന്ന് സെഹ്യോൻ മാളികയിലെ അന്ത്യത്താഴമേശയിലേക്കുള്ള യേശുവിൻ്റെ യാത്ര അത് മുഴുവൻ ഭവനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണ് തിരുവചനത്തിൽ കൂടുതലും വർണ്ണിച്ചിരിക്കുന്നു. കുടുംബങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളാണ്. വിശ്വാസത്തിൻ്റെ പഠിപ്പിക്കലുകളും പകർപ്പുകളും കുടുംബങ്ങളിൽ നിന്നാണ് സാധ്യമായി തീരേണ്ടുന്നത്. ഐസക് ഈപ്പൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ മനോഹരമായിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കോഴിക്കോട് മാർത്തോമാ ഇടവാങ്ങുമാണ്. ക്രൈസ്തവ സാഹിത്യ സമിതി പല പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അടുത്ത് പബ്ലിഷ് ചെയ്തതായിട്ടുള്ള പുസ്തകമാണ് കടൽക്കരയിലെ ക്രിസ്തു. അതിലദ്ദേഹം നുറുങ്ങിയ ചിന്തകളാണ് വ്യത്യസ്ത ലേഖനങ്ങളിലൂടെ ചാപ്റ്ററുകളിലൂടെ നൽകുന്നത്. അതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, യേശു ചെയ്ത 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായുള്ള അതിശയം, അത്ഭുതം, ദൈവരാജ്യത്തിൻ്റെ അടയാളം. ആ കടൽക്കരയിൽ മണലാരണ്യത്തിൽ 3 ദിവസങ്ങൾ ജനങ്ങൾ ദൈവവചന കേൾവിക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഗുരു, അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ല, വിശന്നിരിക്കുകയാണ്. ഇവിടെ ഭക്ഷണം വാങ്ങുവാനായിട്ടുള്ള ക്രമീകരണങ്ങളൊന്നും തന്നെ കാണുന്നില്ല, അതിന് പണവുമില്ല, അവരെ പറഞ്ഞയക്കണം എന്ന് പറയുന്നുണ്ട്. അവരവരുടെ ഭവനങ്ങളിൽ പോകട്ടെ, ഭക്ഷണം കഴിക്കാതെ വലയരുതേ എന്ന് ശിഷ്യന്മാർ ഓർമ്മിപ്പിച്ചപ്പോൾ യേശു എന്തു പറഞ്ഞു എന്നൊക്കെ നമുക്കറിയാം. ഈ എഴുത്തുകാരൻ ഐസക് ഈപ്പൻ പറയുന്നു, 3 ദിവസങ്ങൾ ദിനരാത്രങ്ങൾ സായം സന്ധ്യ വരെ 5000 പുരുഷന്മാരും അതിലുപരിയായിട്ടുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും യേശു പറഞ്ഞതായുള്ള വചനം കേട്ടുകൊണ്ട് എന്തുകൊണ്ടിരുന്നു? വിശന്ന്. ബുദ്ധിമുട്ടി എവിടെ അപ്രകാരം ഇരിക്കുവാൻ കാരണമെന്താണ്? നമ്മുടെ പള്ളി പ്രസംഗങ്ങൾ, ഒരുപക്ഷെ ഇവിടുത്തെ പ്രസംഗങ്ങൾ 1 മണിക്കൂർ വാച്ച് നോക്കിയിരിക്കുന്നവർ, പള്ളിയിൽ 15-20 മിനിറ്റ് വാച്ച് നോക്കിയിരിക്കുന്നവർ, അത് കഴിയുമ്പോൾ പതുക്കെ എഴുന്നേൽക്കാൻ ചിലപ്പോൾ ശ്രമിച്ചേക്കാം ചിലയിടങ്ങളിലെങ്കിലും. എന്തുകൊണ്ടാണ് യേശു 3 ദിവസം പ്രസംഗിച്ചത്? ഈ ജനം കേട്ടുകൊണ്ടിരുന്നത് ആരും മടങ്ങിപ്പോകുന്നില്ല. അവരുടെ ജീവിതത്തോടാണ് യേശു സംസാരിച്ചത്. അവരുടെ ജീവിത പ്രശ്നങ്ങളെയാണ് യേശു അഭിമുഖീകരിച്ചത്, യേശു സംവാദിച്ചത്. അവരുടെ സങ്കടങ്ങളോട്, നെടുവീർപ്പുകളോടാണ് ആയിരിക്കാം യേശു സംവദിച്ചത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഭക്ഷണം കൂടാതെ അവർ യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും അത് അവരുടെ ഉള്ളിലേക്ക് കടന്നില്ല. അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു യേശുവിൻ്റെ പ്രസംഗം എന്ന് ചിന്തിക്കാമെങ്കിലും, തീർച്ചയായിട്ടും ആയിരുന്നെങ്കിലും അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയില്ല. യേശു അവരോട് പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അപ്പം കിട്ടിയത് കൊണ്ടാണ്, അപ്പം തിന്മാൻ ലഭിച്ചതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ആധുനിക ലോകത്തിൻ്റെ ആത്മീയതയുടെ മറുവശമാണ് യേശു അവരെ ഓർമ്മിപ്പിച്ചത്. ലഭിക്കുവാൻ വേണ്ടി, എന്തെങ്കിലും നേടിയെടുക്കുവാൻ വേണ്ടി ദൈവവചനത്തെയും ദൈവവചന കേൾവിയെയും കാണുവാൻ കഴിയുമ്പോൾ അതിനുള്ള ഒരു ചോദ്യചിഹ്നമായിട്ടാണ് യേശു അത് പറയുന്നത്. ലോകത്തിൻ്റെ ആത്മീയതയുടെ നീതി ബോധത്തെ അവനിവിടെ വരച്ചിട്ട് നൽകുകയാണ്. ഒരു കുട്ടി യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്, അത് ഷെയർ ചെയ്യാം, പങ്കുവയ്ക്കാം. ഈ കുട്ടിക്ക് അത് താല്പര്യമായി. അവനിൽ ദൈവം പ്രവർത്തിച്ചു. യാക്കോബ് യോഹന്നാനും സെബെദീപുത്രന്മാരാണ്. അവർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഞങ്ങളെല്ലാവരും നിൻ്റെ ഇടത്തും വലത്തുമായിരിക്കും ദൈവരാജ്യത്തിൽ. മർക്കോസിന് വിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ
ഞങ്ങൾ ആർ നിൻ്റെ ഇടത്തും വലത്തുമായിരിക്കും. യേശു പറഞ്ഞ്, നിങ്ങൾ യാചിക്കുന്നത് എന്നെന്ന് നിങ്ങൾ അറിയുന്നില്ല. യേശു വീണ്ടും അവരോട് പറയുന്നു, നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ മറ്റുള്ളവർക്ക് ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ ഒടുക്കത്തവനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായിട്ട് കൊടുക്കാനും അത്രേ വന്നത് എന്ന് യേശു അവരെ പഠിപ്പിച്ചു. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവരുടെ മധ്യത്തിൽ നിന്നിട്ടോ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. അവരുടെ മേലൂതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. തൻ്റെ കൈയും വിലാപ്പുറവും അവരെ കാണിക്കുന്നു. തൻ്റെ കയ്യിലും വിലാപ്പുറത്തും മുറിവുകളുണ്ടായിരുന്നു. ആ മുറിവുകൾ യേശു തൻ്റെ ശിഷ്യന്മാരെ കാണിക്കുകയാണ്. എന്നിട്ട് അവരുടെ മേലൂതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ 2 ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുന്നത്, ഞങ്ങളെല്ലാവരും നിൻ്റെ ഇടത്തും വലത്തുമായിരിക്കും. യേശു അവരോട് പറയുന്നു, പിതാവായ ദൈവം തൻ്റെ ആദ്യ മിഷണറിയായിട്ട് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു. എനിക്ക് ലഭിച്ചത് നിങ്ങളെൻ്റെ കയ്യിലും വിലാപ്പുറത്തും കാണുന്നുണ്ട്, ക്രൂശാണ്. അതിൽ വിഭിന്നമായിട്ടൊന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ല. എനിക്ക് ലഭിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ല. ഈ ശിഷ്യന്മാർ വിവിധ ഇടങ്ങളിലേക്ക് തങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ട് പോയി. 12-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ ഇന്ന് വായിച്ച ആദ്യ വാക്യം ഇതാണ്. അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരുടെ മേൽ കൈവച്ചു. ഹെരോദാവിനെ വാൾ കൊണ്ട് കൊന്നു. ഹെരോദാവ് യാക്കോബിനെ വാൾ കൊണ്ട് കൊല്ലുവാൻ തക്കവണ്ണം കൽപ്പന പുറപ്പെടുവിച്ചു. യാക്കോബ് ശിരച്ഛേദം ചെയ്യപ്പെടുകയായിരുന്നു. എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികളായി മാറ്റപ്പെടുകയായിരുന്നു. ഇവരിൽ ചോദിച്ചവരുണ്ട്, ഞങ്ങൾ ആർ നിൻ്റെ ഇടത്തും വലത്തും ആയിരിക്കുന്ന ചോദിച്ചവരുണ്ട്. യേശു അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു, എന്താണ് ക്രൂശിൻ്റെ അർത്ഥതലം, ആത്മീയതയുടെ അർത്ഥതലം. ആത്മീയത ഒരുവൻ്റെ അകംപൊളിയലാണ്. അത് ഭൗതിക സ്വപ്നങ്ങളിൽ നിന്നും ക്രിസ്തു സ്നേഹത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള യാത്രയാണ്. പത്രോസിൻ്റെ പ്രകാരമുള്ള ഒരു യാത്രയാണ്, ആത്മീയ യാത്രയാണ് ഇന്ന് വായിച്ച വേദഭാഗത്ത് നമ്മളൊരു ഭാഗമായിട്ട് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളായിട്ടാണ് അറിയപ്പെടുന്നത്. 200-ൽ പരം പ്രാവശ്യം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 61 പ്രാവശ്യം ഈ വാക്കുപയോഗിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. 3-1 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള പദം ഉപയോഗിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ പുസ്തകം വേദപഠിതാക്കൾ, പുതിയ നിയമ പഠിതാക്കൾ നൽകുന്ന പേര് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന പേരിലാണ്. ദി ബർത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ചർച്ച് അണ്ടർ ദി ഗൈഡൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. സഭയുടെ ഉദയവും വളർച്ചയും പരിശുദ്ധാത്മാവിലൂടെ എന്നുള്ളതാണ് ഈ വേദഭാഗത്തിൻ്റെ ചിന്താവിഷയം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഗോസ്പൽ ഓഫ് റിസറക്ഷൻ എന്നും അപ്പോസ്തല പ്രവൃത്തികൾ വിവരിക്കപ്പെടാറുണ്ട്. പുനരുത്ഥാനത്തിൻ്റെ സുവിശേഷം. യേശുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു എന്നാണ് പറയുന്നത്. പല പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നുണ്ട് അവന് പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ ഗോസ്പൽ ഓഫ് റിസറക്ഷൻ, പുനരുത്ഥാനത്തിൻ്റെ സുവിശേഷം എന്ന പേരിലും അറിയപ്പെടാൻ. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധിച്ച് 3 ചിന്തകൾ: ഹോപ്പ്, സെർച്ച് ആൻഡ് കമ്മീഷൻ. പ്രത്യാശ. യേശു ഉയർത്തെഴുന്നേറ്റ് തൻ്റെ കൈയും വിലാപ്പുറവും ശിഷ്യന്മാരെ കാണിക്കുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ക്രൂശിക്കപ്പെട്ട അതേ ശരീരത്തോടു കൂടിയോ? ബോഡി ഈസ് ഓൾവേസ് എ മീഡിയം ഓഫ് റിലേഷൻഷിപ്പ്. അത് ബന്ധങ്ങൾക്ക് നിദാനമായിരിക്കുന്നതാണ് ശരീരമെന്ന് പറയുന്നത്. ട്രാൻസ്ഫർമേഷൻ ഓഫ് ദി സഫറിങ് ബോഡി എന്ന ആശയം യേശു ശിഷ്യന്മാർക്ക് നൽകുകയായിരുന്നു. ഈ കഷ്ടതയ്ക്ക് വിധേയമായിട്ടുള്ള ശരീരത്തിനൊരു വിടുതലുണ്ട്. രണ്ടാമത് അന്വേഷണമാണ്, സെർച്ചാണ്. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു?
ട്രൂത്ത് ഓൾവേസ് ഹാസ് ആൻ അൺമാനിഫെസ്റ്റഡ് സൈഡ്. സത്യത്തിന് അറിയപ്പെടാത്തതായുള്ള ഒരു തലമുണ്ട്. സത്യത്തിൻ്റെ അറിയപ്പെടാത്ത തലം തേടിയുള്ള യാത്രയാണ് ആധ്യാത്മികത എന്നും വിവരിക്കാറുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. യേശു എന്ന സത്യത്തെ പൂർണ്ണതയിൽ 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരും, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള അന്വേഷണം, സത്യത്തിൻ്റെ മറുപുറം തേടിയുള്ള യാത്രയാണ് ആധ്യാത്മികത. 3 കമ്മീഷനാണ്. നിങ്ങൾ ഗലീലയിൽ പോവുക. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതായുള്ള ആളുകളോട് പറഞ്ഞു, സ്ത്രീകളോട് പറഞ്ഞു, ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ഗലീലയിൽ ചെല്ലുക, എൻ്റെ സഹോദരങ്ങളോട് പറയുക, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അസംഘടിതരായിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് സുവിശേഷത്തിൻ്റെ അന്തസത്ത കൂടുതൽ അർത്ഥപൂർണ്ണമായി തീരുന്നു. ലെസ്ലി ന്യൂബിഗിൻ എന്ന ആർച്ച് ബിഷപ്പ് എഴുതിയ മനോഹരമായുള്ള പുസ്തകമാണ് അൺഫിനിഷ്ഡ് അജണ്ട, പൂർത്തീകരിക്കപ്പെടാത്തതായുള്ള ദൗത്യം. അതിൽ അദ്ദേഹം പറയുന്നത് 4 സുവിശേഷങ്ങൾ അവസാനിക്കുന്നത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രത്യക്ഷതകളോടുകൂടിയാണ്. 1-2 പ്രത്യക്ഷതകൾ ചേർത്തിട്ടുണ്ട് എല്ലാ സുവിശേഷങ്ങളിലും. പിന്നീടുള്ളത് പൂർത്തീകരിക്കുവാനുള്ള ദൗത്യം കർത്താവിൻ്റെ തിരുശരീരമായുള്ള സഭയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് സാധ്യമായി തീരുക എന്ന് പറയുന്നത് എവിടെ ആവശ്യമായിരിക്കുന്നോ ഈ സുവിശേഷം അവിടേക്ക് വിളംബരം ചെയ്യുവാനുള്ള നിയോഗം ഏറ്റെടുക്കുന്നതിലൂടെയാണ് സാധ്യമായി തീരുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നു, അക്കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ. ഒരു സമയത്ത് ഞങ്ങളാർ നിൻ്റെ ഇടത്തും വലത്തുമെന്ന് ചോദിച്ച യോഹന്നാനും യാക്കോബും സബദിപുത്രന്മാർ ശിരച്ഛേദം ചെയ്യപ്പെടുകയായിരുന്നു. അത് മനുഷ്യർക്ക്, മറ്റുള്ളവർക്ക്, യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് മനസ്സിലാക്കിയ ഹെരോദ രാജാവ് പത്രോസിനെയും പിടിച്ച് തടവിലാക്കി. പെസഹ പെരുന്നാളിൻ്റെ സമയമായിരുന്നു. പെസഹ പെരുന്നാളിൽ ജനത്തിൻ്റെ മുൻപിൽ ന്യായവിധിക്കായിട്ട് നിർത്തുന്ന പതിവില്ല. അതുകൊണ്ട് ഹെരോദ രാജാവ് പത്രോസിനെ പിടിച്ച് തടവിലാക്കി പെരുന്നാളിന് ശേഷം ജനങ്ങളുടെ മുൻപിൽ നിർത്തി അവന് വിധി കൽപ്പിക്കാമെന്ന് തീരുമാനിച്ചു. ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ വായിച്ച വേദഭാഗത്ത് നാം കേൾക്കുന്നുണ്ട്. ആ തലേ രാത്രിയിൽ പത്രോസിനെ ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ 4 കൂട്ടം ചേവകരാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. അവർ കാവൽ നിൽക്കുകയാണ്. എന്ത് സംഭവിച്ചു? ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു, അവനെ തട്ടി ഉണർത്തി. അപ്പോൾ തൻ്റെ കയ്യിലും കാലിലും ബന്ധിച്ചിരുന്നതായിട്ടുള്ള ചങ്ങല എഴിഞ്ഞു വീണു. അവൻ എഴുന്നേറ്റു. എൻ്റെ പിന്നാലെ വരിക എന്ന് പറയുമ്പോൾ അവൻ കൂടെ പോകുന്നു. പുറത്തുള്ള ഇരുമ്പ് വാതിലുകൾ തനിയെ തുറന്നു. പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ദൂതൻ അവനെ വിട്ടുപോയി. അപ്പോൾ അവൻ മനസ്സിലായി, ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് സർവശക്തനായിട്ടുള്ള ദൈവം എന്നെ വിടുവിച്ചിരിക്കുന്നു. അവൻ നടന്ന് ഒരു വീട്ടിൽ ചെന്നു. അത് മർക്കോസ് എന്ന് പറയുന്ന യോഹന്നാൻ്റെ അമ്മ മറിയയുടെ ഭവനത്തിലായിരുന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവൻ ജയിലിലായിരുന്നപ്പോൾ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയുടെ അനന്തരഫലം ആയിട്ടുള്ള വിടുതൽ സാധ്യമായിരിക്കുന്നു. ഇത് മനുഷ്യത്വരാഹിത്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഡീഹ്യൂമനൈസേഷൻ്റെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടാം. ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക അക്രമം, പൊളിറ്റിക്കൽ വയലൻസ്, രാഷ്ട്രീയ അക്രമം, കമ്മ്യൂണൽ വയലൻസ്, വർഗീയ അക്രമം, വയലൻസ് ബിറ്റ്വീൻ നേഷൻസ്, റേഷ്യൽ വയലൻസ്, ഐഡിയോളജിക്കൽ വയലൻസ്, ആശയസംഘർഷം, ഒട്ടനവധിയായിട്ടുള്ള അക്രമങ്ങളുടെ, സംഘർഷങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരുപക്ഷേ ഇത്രമാത്രം മനുഷ്യത്വരാഹിത്യം നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്ന ഒരു കാലഘട്ടമുണ്ടോ? ഒരുപക്ഷേ അതിൻ്റെ വാർത്തകൾ കൃത്യം നമുക്ക് ലഭിക്കുന്നുണ്ടാകാം. മുൻപും അപ്രകാരമുണ്ടായിരുന്നിരിക്കാം. 2025 ജനുവരി 7-ാം തീയതി ചൊവ്വാഴ്ച മലയാള മനോരമയുടെ മുഖപ്രസംഗം ഇപ്രകാരമായിരുന്നു: മനുഷ്യൻ എന്ന വാക്ക് നാണിച്ചു പോകുന്നു. എൻ്റെ ഹെഡിങ് അതായിരുന്നു, മനുഷ്യൻ എന്ന വാക്ക്
നാണിച്ചു പോകുന്നു. അതിൻ്റെ അന്തസത്യം എന്താണ്? തുടർന്ന് പറയുന്നത്, ഭിക്ഷ ചോദിച്ചെത്തിയ വയോധികയെ മർദ്ദിച്ച് പണം കവർന്നത് എത്ര നീചം! മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന ഒരാളും ഈ രണ്ട് പേരിലുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ മനുഷ്യത്വം നാണിച്ചു പോവുകയല്ലേ? ആ മുഖപ്രസംഗം എത്രയോ അർത്ഥപൂർണ്ണമാണ്. 82 വയസ്സുള്ള വയോധികയായിട്ടുള്ള സ്ത്രീ ഭിക്ഷ യാചിച്ച് ഭവനത്തിൽ ചെന്നപ്പോൾ 10 രൂപ കാണിച്ച് അകത്തേക്ക് പ്രവേശിപ്പിച്ച് അവരെ അടിച്ച് താഴെയിട്ട് അവരുടെ കയ്യിലെ 321 രൂപ കവർന്നെടുത്ത മനുഷ്യത്വരാഹിത്യത്തിൻ്റെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ സമൂഹമാണ് ഇപ്രകാരം. നമുക്കറിയാമല്ലോ, ജൂലൈ 29, 2024 ജൂലൈ 29 തിങ്കളാഴ്ച രാത്രി വയനാട്ടിലെ 2 ഗ്രാമങ്ങളെ ഉരുളെടുത്ത് തേച്ചുമാച്ചു. ചൂരൽമലയും മുണ്ടക്കയും. ജീവിതം കരുപ്പിടിപ്പിച്ച ഒട്ടനവധിയായിട്ടുള്ള മനുഷ്യരവിടെ ഉണ്ടായിരുന്നു. കഠിനാധ്വാനത്തിലൂടെ ജീവിതം കരുപ്പിടിപ്പിച്ച ഈ 2 ഗ്രാമങ്ങളിലെ എത്രയോ വ്യക്തികൾ നാമവിശേഷമായി. അവരിപ്പോൾ എവിടെയാണ്? ലഭിച്ച മൃത ശരീരങ്ങൾ, അവയവങ്ങൾ ആയിട്ട് ലഭിച്ചത് അത് പുത്തുമല എന്ന സ്ഥലത്ത്, ചൂരൽമലയിലെ പുത്തുമല എന്ന സ്ഥലത്ത് സംസ്കരിച്ചിട്ടുണ്ട്. അവിടെ 3 മൺകൂനകൾ ഒരു വീട്ടിലെ 3 പൈതങ്ങളാണ്. നിവേദ്, ധ്യാൻ, ഇഷാൻ അനീഷിൻ്റെയും സയനയുടെയും മക്കളാണ്. കഴിഞ്ഞ ഡിസംബർ 25 ക്രിസ്മസിന് തൊട്ട് മുൻപ് പത്രത്തിൽ വന്ന വാർത്തയാണ്. അനീഷും സയനയും ഒരു പുൽക്കൂടൊരുക്കി ഈ 3 കുഞ്ഞുങ്ങളുടെ ശവകുടീരത്തിൽ കൊണ്ട് അത് വെച്ചു. നിവേദ്യാനിഷാൻ. കാരണം എന്താണ്? വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് അവർ ഒരു പുൽക്കൂടൊരുക്കി 3 കുഞ്ഞുങ്ങളും ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഷോർട്ട് സർക്യൂട്ടുണ്ടായി, ആ പുൽക്കൂട് കത്തി നശിച്ചു പോയി. അപ്പോൾ അവരിൽ രണ്ടാമനായിട്ടുള്ള ധ്യാൻ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പപ്പായോടും മമ്മിയോടും പറഞ്ഞു, നമുക്കടുത്ത കൊല്ലം ക്രിസ്മസിന് ഒരു പുൽക്കൂടുണ്ടാക്കണം, നക്ഷത്ര വിളക്കുകളുണ്ടാക്കണം. പിതാവും മാതാവും സമ്മതിച്ചു. അനീഷും സയനയും അത് സമ്മതിച്ചു. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമല്ലോ. പക്ഷേ ജൂലൈ 29 രാത്രിയിലെ ഉരുൾപൊട്ടലിൽ ഈ 3 കുഞ്ഞുങ്ങളും ജീവൻ നഷ്ടപ്പെട്ടു. അവരുടെ ശവകുടീരങ്ങളാണ് ഈ 3 മൺകൂനകൾ പുത്തുമല എന്ന സ്ഥലത്ത്. ആ 3 ശവകുടീരങ്ങളിൽ ഈ പിതാവും മാതാവും അനീഷും സൈനയും ഒരു മനോഹരമായിട്ടുള്ള പുൽക്കൂടുണ്ടാക്കിക്കൊണ്ട് അവിടെ വെച്ചു. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ അവർ തങ്ങളോടൊപ്പമില്ല എങ്കിലും സന്തോഷമായിരിക്കട്ടെ എന്ന് കരുതി ഒരു പുൽക്കൂടുണ്ടാക്കി അവിടെ വെച്ചത് അടുത്ത ദിവസത്തെ പത്രത്തിൽ വന്നു. പ്രത്യാശയുടെ പുൽക്കൂട്. ദൈവം കൈവിട്ടു എന്ന് ഒരുപക്ഷെ തോന്നാമെങ്കിലും, ദൈവത്തെ കൈവിടാത്ത മനുഷ്യരാണ് ഇന്നിൻ്റെ നന്മ എന്ന് പറയുന്നത്. ദൈവത്തെ കൈവിടാത്ത മനുഷ്യർ, അനീഷും സഹനയും ഒരു പ്രത്യാശയുടെ പുൽക്കൂട് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശവകുടീരങ്ങളിൽ കൊണ്ടുവെക്കുമ്പോൾ ദൈവം കൈവിട്ടു എന്ന് തോന്നി സമയത്ത് പോലും ദൈവത്തെ കൈവിടാത്തവരായിരുന്നു അവർ. ഇന്ന് വായിച്ച വേദഭാഗം ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ശിമോൻ പത്രോസിൻ്റെ ഭൗതിക സ്വപ്നങ്ങളിൽ നിന്നും ക്രിസ്തു സ്നേഹത്തിൻ്റെ പരിപരത്തി യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ഇടയ്ക്കുള്ള ഒരു അനുഭവമാണ് വർണ്ണിക്കുന്നത്. ദി ഇൻവേഷൻ ഓഫ് ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപയുടെ കടന്നുകയറ്റമാണ് പത്രോസ് അനുഭവിച്ചത്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ വല വീശിയ ശേഷം യാതൊന്നും ലഭിക്കാതെ തങ്ങളുടെ പടകുകൾ കരയ്ക്ക് അടുപ്പിച്ചിട്ട് വല കഴുകിക്കൊണ്ട് നിൽക്കുന്ന പത്രോസും കൂട്ടുകാരും. ഒരുപക്ഷെ യേശുവിനെക്കുറിച്ച് ഇവർ കേട്ടിട്ടുണ്ടാകില്ല.
യേശു അഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ ചെല്ലുന്നു. പത്രോസിൻ്റെ അനുവാദമൊന്നും ചോദിക്കുന്നില്ല. യേശു അവൻ്റെ പടകിലേക്ക് കയറുന്നു. പത്രോസും കൂടെ കയറി. എന്നിട്ട് പറയുന്നു, കരയിൽ നിന്ന് അല്പം നീക്കണം. ദി ഇൻവേഷൻ ഓഫ് ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപയുടെ കടന്നുകയറ്റമാണ്. എന്തിനു വേണ്ടിയാണ്? ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന്, ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന്, കേരളത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന്, മാരാമണ്ണിൻ്റെ ഈ പന്തലിന് കീഴിൽ ഇപ്രകാരം ആളുകൾ വന്ന് സമ്മതിക്കുന്ന ഈ ഒരാഴ്ച വചനക്കേൾവിയുടെ നാളുകളാണ്. ഇത് ദൈവകൃപയുടെ കടന്നുകയറ്റമാണ് നമ്മിലേക്ക്. എനിക്കതിന് പോയേ പറ്റിയുള്ളൂ. ദൈവവചനം എന്നെ ജീവിപ്പിക്കുന്നതായിട്ടുള്ള ചാലകശക്തിയാണ്. രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ചാലകശക്തി. ഒരു ചെറിയ സേവനത്തിനുണ്ട് ആവശ്യപ്പെടുക. കരയിൽ നിൽപ്പം നീക്കണം. എന്നിട്ട് അവനോട് പറയുന്ന, ആഴത്തിലേക്ക് നീക്കി ഇവിടെ തന്നെ വല ഇറക്കുവാൻ. കോൾ ഫോർ ഒബീഡിയൻസ്. അവനതിന് തയ്യാറായപ്പോൾ 2 പടകും 3 അറവുകളും മീൻ ലഭിച്ചുവെന്ന് ലൂക്കോസ് 5-ാം അധ്യായം പ്രാരംഭവാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ പത്രോസിന് വലിയൊരു രൂപാന്തരം സംഭവിക്കുന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ വീണു, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടുപോകണമേ. കോൾ ഫോർ റിപ്പൻറ്റൻസ്. ഈ കാലയളവിൽ നമ്മൾ അനുതാപത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും വീണ്ടെടുപ്പിനെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. അയ്യോ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നു, എന്നെ വിട്ടുപോകണമേ. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ അരിഷ്ട മനുഷ്യൻ. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട് ഇപ്രകാരം, സ്വയമേറ്റ് പറയുന്നുണ്ട്. അതവനെ യേശു അവനെ അണിയിക്കുന്നത് ഒരു പ്രതിഷ്ഠയിലേക്കാണ്. നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കും. ദി ഇൻവേഷൻ ഓഫ് ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപയുടെ കടന്നുകയറ്റം ഈ പത്രോസിനെ നയിച്ചത് ഫ്രം സീ ലൈഫ് ടു സാക്രമെൻ്റൽ ലൈഫ്. സമുദ്ര ജീവിതത്തിൽ നിന്നും കടൽ ജീവിതത്തിൽ നിന്ന് മത്സ്യബന്ധനത്തിൻ്റെ തൊഴിലിൽ നിന്ന് അവനെ ഒരു കൗതാശികമായിട്ടുള്ള ജീവിത ശൈലിയിലേക്കാണ് നയിക്കുന്നത്. ഫ്രീ സീ ലൈഫ് ടു സാക്രമെൻ്റൽ ലൈഫ്, ഫ്രം ഓക്കുപ്പേഷൻ ടു ഒബീഡിയൻസ്, നോൺ ടു ദി അൺനോൺ. അവന് വളരെ സുപരിചിതമായിട്ടുള്ളൊരു ജോലിയായിരുന്നു ഇത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ജോലിയിലേക്ക് അവൻ വിളിക്കപ്പെടുകയാണ്. ഏതൊരു ശിഷ്യനും വിളിക്കപ്പെടുന്നത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്കല്ല, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സ്പിരിച്വാലിറ്റി ഈസ് എ ജേർണി ഫ്രം സെൽഫ് ടു ഗോഡ് ആൻഡ് വിത്ത് ഗോഡ് ടു ദി വേൾഡ്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് യേശുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർക്കപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം മറ്റ് 7 ശിഷ്യന്മാരോട് ചേർന്ന് മടങ്ങിപ്പോവുകയാണ്. ഞങ്ങൾ പഴയ തൊഴിലിലേക്ക് പോവുകയാണ്. യോഹന്നാൻ 21-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോയ അവനെ യേശുവിൻ്റെ സ്നേഹം പിൻചെല്ലുകയാണ്. നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ, ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവനെ അനയിക്കുന്നു. വീണ്ടും അവൻ കർത്താവിൻ്റെ തിരുശരീരമായുള്ള സഭയുടെ വലിയ ശുശ്രൂഷയിൽ പ്രവേശിച്ചുവെങ്കിലും നമുക്കറിയാം, പെന്തിക്കോസ്തി നാളിൽ പരിശുദ്ധാത്മ നിയോഗം ലഭിച്ചതായുള്ള ശിഷ്യന്മാർ, അതിൽ പത്രോസ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ അവൻ കർത്താവും ക്രിസ്തുവുമാക്കി. പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ അവൻ ഉച്ചസ്ഥരം പറഞ്ഞത് തൻ്റെ മുൻപിലിരിക്കുന്ന ജനസമൂഹത്തിൻ്റെ തെറ്റുകളെക്കുറിച്ചാണ്, ജീവനുകളെക്കുറിച്ചാണ്. അതുകൊണ്ട് സഭ ദൈവരാജ്യത്തിൻ്റെ അടയാളവും കൂദാശിയുമാണ്. ഭൗതിക സ്വപ്നങ്ങളിൽ നിന്നും ക്രിസ്തു സ്നേഹത്തിൻ്റെ പരിപരത്തെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് ഓരോ ആധ്യാത്മിക ജീവിതവും. നാം ഒരു അത്ഭുതവും അടയാളവുമായി തീരുക എന്നുള്ളതാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത്. അത്ഭുതം പ്രവർത്തിക്കുക എന്നുള്ളതല്ല, അടയാളം പ്രവർത്തിക്കുക എന്നുള്ളതല്ല. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതവും അടയാളവുമായി അവൻ തീരുകയാണ്. അവൻ യേശു വീണ്ടും പഠിപ്പിക്കുന്നതായുള്ള സംഗതികൾ. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ശിഷ്യന്മാർ പറഞ്ഞു, നീ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് ചാടി വീണ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു ഉത്തരം ശരിയോ തെറ്റോ എന്ന് പറയാതെ 100% മാർക്ക് അവന് കൊടുക്കുകയാണ്. എല്ലാം A+ആണ് ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക്. ഈ വിശ്വാസത്തിൻ്റെ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് യേശു പറഞ്ഞു.
എന്നാൽ പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്ന യേശുവിനെ നോക്കിയിട്ട് പത്രോസിനോട് ചോദിക്കുന്നു, നീയും ഇവരിലൊരുവനായിരുന്നല്ലോ, നിൻ്റെ ഉച്ചാരണം അങ്ങനെയാണല്ലോ, എനിക്ക് അങ്ങനെ ഒരാളിനെക്കുറിച്ചേ അറിയില്ല. 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. അറിവിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യപ്പെടലായിരുന്നു പത്രോസിന് യേശു നൽകിയത്. പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്ന യേശു തിരിഞ്ഞു നോക്കുമ്പോൾ, നിൻ്റെ അറിവിൻ്റെ പരിമിതി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉച്ചസ്ഥരം പറഞ്ഞവൻ എനിക്കിപ്പോൾ അവനെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. കടലിന്മീതെ നടന്ന് ചെല്ലുന്ന യേശുവിനെ കാണുമ്പോൾ പത്രോസ് എടുത്ത് വെള്ളത്തിൽ ചാടി വെള്ളത്തിന്മീതെ നടന്നു വീണ്ടും താഴുവാൻ തുടങ്ങി. അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു എന്ന് ജോർജ് അവൻ്റെ കൈയിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. വിശ്വാസത്തിലെ അല്പത്വം ഒരുപക്ഷെ ഇപ്രകാരമുള്ള ചാട്ടങ്ങൾക്ക് മുഖാന്തരമായി എന്ന് വന്നേക്കാം. പത്രോസിനെ യേശു ഓർമ്മിപ്പിക്കുന്നതാണ്, നീ അല്പവിശ്വാസിയായിരിക്കാനുള്ളതല്ല, വിശ്വാസത്തിൻ്റെ അല്പത്വം മാറ്റിവെച്ചിട്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള നിയോഗം. ഗെത്സമനയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസൻ്റെ കാത് വെട്ടിയതായിട്ടുള്ള പത്രോസിനോട് യേശു പറയുന്നതിൻ്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാലില്ലാതാകും. നിരായുധീകരണമാണ് നമുക്ക് സുരക്ഷ നൽകുന്ന എല്ലാറ്റിൽ നിന്നുള്ള വിടുതലാണ് നമുക്കാവശ്യം. ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പത്രോസിനെ യേശു നയിക്കുകയായിരുന്നു. ഒന്നാമത് ഞാൻ പറയുവാൻ ശ്രമിച്ചത് ഭൗതിക സ്വപ്നങ്ങളിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ, ക്രിസ്തു സ്നേഹത്തിൻ്റെ പരിപരിവൃത്ത യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള പത്രോസിൻ്റെ പ്രയാണം. 2, സഭയുടെ തിരിച്ചറിയൽ രേഖയാണ് മുറിപ്പാടുകൾ. യേശു തൻ്റെ കൈയും വിലാപ്പുറവും കാണിച്ച്, നിങ്ങളിത് കാണുക, പിതാവായ ദൈവം എന്നെ ഈ ലോകത്തിലേക്ക് അയച്ച് എനിക്ക് ലഭിച്ചത് ക്രൂശാണ്, അതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് നിങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്നത്. കർത്താവിൻ്റെ തിരിച്ചറിയൽ രേഖയായിരുന്നു ശിഷ്യന്മാരുടെ മുൻപിൽ ഈ മുറിപ്പാടുകൾ. നമുക്കിന്ന് ഏത് ഗവൺമെൻറ് ഓഫീസിൽ പോയാലും തിരിച്ചറിയൽ രേഖ ആവശ്യമാണ്. യേശുവിൻ്റെ തിരിച്ചറിയൽ രേഖയായിരുന്നു മുറിപ്പാടുകൾ. സഭയുടെ തിരിച്ചറിയൽ രേഖ മുറിപ്പാടുകളാണ്. ചില വേനന്മാർ യേശുവിനെ കാണാൻ വന്നു. യോഹന്നാൻ 12-ാം അധ്യായത്തിൽ പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോയ യേശുവിനെ അനുഗമിച്ച എത്രയോ ലക്ഷം, 27 ലക്ഷം ആളുകൾ തന്നെ അനുഗമിച്ചുവെന്ന് ജോസീഫസിൻ്റെ പുസ്തകത്തിൽ ജൂയിഷ് വാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെസഹ പെരുന്നാളിന് യേശു യെരുശലേമിലേക്ക് പോയപ്പോൾ പെസഹ പെരുന്നാളിന് കൂടി 27 ലക്ഷത്തോളം ആളുകൾ അത് ദർശിച്ചു. ഇത് കാണാൻ വന്ന യേശുവിനെ ചില യവനന്മാർ ഗ്രീസിൽ നിന്നുള്ളവർ കാണുവാൻ വന്നു. ശിഷ്യന്മാരെ പറഞ്ഞു, യജമാന്മാരെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട്. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ശിഷ്യന്മാർ പറഞ്ഞു. യേശു പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. മരണത്തിലൂടെ ജീവൻ സാധ്യമായി തീരുക. 12-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം. താനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇത് തൻ്റെ മരണത്തെക്കുറിച്ച് യേശു വ്യക്തമാക്കിയായിരുന്നു. ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ക്രൂശിലെ ഉയർത്തപ്പെടലിനെയാണ് യേശു അവിടെ ഉയർത്തിക്കാട്ടുന്നത്. ഇത് തൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു. മരണത്തിലൂടെ ജീവൻ സാധ്യമായി തീരുക. സഭയുടെ തിരിച്ചറിയൽ രേഖയാണ് മുറിപ്പാടുകൾ. സി രാധാകൃഷ്ണൻ കാഴ്ചവട്ടം എന്ന് പറയുന്ന പുസ്തകം CSS പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയിൽ ആളെണ്ണം കൊണ്ട് ഏറ്റവും വലിയ സാമ്രാജ്യമായ ക്രിസ്തീയതയുടെ അധിപന് സൈന്യമേ ഇല്ല. വിശ്വാസത്തിൻ്റെ സംരക്ഷയ്ക്ക് ഒരു പട്ടാളക്കാരനും ഒരു പൊട്ടത്തോക്കും വേണ്ട എന്നതിന് ഇതിലേറെ പ്രത്യക്ഷ ദർശനം എന്തു വേണം? ഇതൊന്നും കഴുകന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാത്തിരിപ്പാണ്. വീഴുന്നത് തങ്ങൾക്ക് ആഹാരമെന്നാണ് അവരുടെ മനസ്സിലിരിപ്പ്. ചത്തവന് ജീവൻ നഷ്ടം, കഴുക്കൾക്ക് ആഹാരം ലാഭം. ഭൂമിയിൽ ആളെണ്ണം കൊണ്ട് ഏറ്റവും വലിയ സാമ്രാജ്യമായി ക്രിസ്തീയതയുടെ അധിപന് സൈന്യമേ ഇല്ല. വിശ്വാസത്തിൻ്റെ സംരക്ഷണയ്ക്ക് ഒരു പട്ടാളക്കാരനും ഒരു പൊട്ടത്തോക്കും വേണ്ട. മുറിവുകൾ ഏറ്റുവാങ്ങിയതായുള്ള സഭയെക്കാലത്തും ഈ ഒരു വലിയ ചിന്താധാരയിൽ നിലനിൽക്കേണ്ടുന്ന സഭയാണ്. ക്രോസ് ഈസ് ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് ദി പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ. ക്രോസ് ഈസ് എ ചലഞ്ച് ടു ചേഞ്ച് അവർ ഓർഡിനറി സിറ്റുവേഷൻസ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ്. നമ്മുടെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളെ അസാധാരണമാക്കി തീർക്കുവാനായിട്ടുള്ള വലിയൊരു ദൈവകൃപയാണ് ക്രൂശ് നമുക്ക് നൽകുന്നത്. കർത്താവിൻ്റെ ശരീരധാരണത്തിൽ തന്നെ ക്രൂശ് സംഗതമായിരുന്നു.
ക്രോസ് ഈസ് ദി പ്രൂഫ് ഓഫ് ഗോഡ്സ് ലവ്. ദൈവസ്നേഹത്തിൻ്റെ തെളിവാണ് ക്രൂശ്. ഗിവിങ് ദി വെരി ബെസ്റ്റ് ഓഫ് മൈൻ ഫോർ ദി വെരി ബെസ്റ്റ് ഓഫ് ദി അതർ ഈസ് ലവ്. ക്രോസ് ഈസ് ദി പവർ ഓഫ് ക്രൈസ്റ്റ് എൻഡുവറൻസ്. സഹനത്തിൻ്റെ പ്രതീകമാണ്. കഷ്ടതയെ സ്വീകരിക്കുവാനായിട്ടുള്ള കഴിവിനെയാണ് സഹനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മിഷണറി ഇവൻറ്റ്. ക്രോസ് ഈസ് എ മിഷണറി ഇവൻറ്റ് ദാറ്റ് ഡിമാൻഡ്സ് ഷെയറിങ് ഓഫ് ലൈഫ്. യേശു തൻ്റെ സത്യം ഒഴുകുവാനായിട്ട് അനുവദിച്ചു. യാതനയുടെ പാരമ്യതയിലിരിക്കുന്ന ആളിന് നൽകുന്ന കൂട്ടായ്മയുടെ എൻഡ് റിസൾട്ടാണ് പർദീസ. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്ന ഒരുവനോട് യേശു പറയുന്നത്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ ക്രൂശിൽ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഒരുവൻ പറയുന്നു, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. യേശുവിൻ്റെ രാജത്വത്തെ അംഗീകരിച്ച് ഈ മനുഷ്യനോട് കർത്താവ് പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അതുകൊണ്ട് യാതനയുടെ പാരമ്യതയിൽ, കഷ്ടതയുടെ പാരമ്യതയിലായിരിക്കുന്ന ഇവൻ യേശുവിൻ്റെ രാജത്വത്തെ അംഗീകരിച്ചപ്പോൾ നൽകിയ അനുഭവമാണ് പർദീസ. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഇറ്റ് ഈസ് ഗ്ലോറിഫിക്കേഷൻ. ക്രൂസിഫിക്ഷൻ ഈസ് ഗ്ലോറിഫിക്കേഷൻ. അത് മഹത്വീകരണമാണ്, ക്രൂശിലെ മഹത്വീകരണമാണ്. മുറിവുകൾ ഏറ്റുവാങ്ങുന്ന സഭ, മൂന്നാമത് സാക്ഷ്യത്തിൽ മുന്നേറുന്ന സഭ കൂടിയാണ്. പത്രോസ് അവിടെ നിന്ന് വിടുവിക്കപ്പെട്ടു പ്രാർത്ഥനയുടെ ഫലമായി. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു, ഒരു ഭവനമുണ്ടായിരുന്നു. അവിടെ ധാരാളം പേർ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നത്, ദി ബർത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ചർച്ച് അണ്ടർ ദി ഗൈഡൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെട്ട സഭ, പരിശുദ്ധാത്മാവിനാൽ വളർന്ന സഭയെക്കുറിച്ചാണ് അതിൽ മുഴുവൻ പറയുന്നത്. പത്രോസ് ജനം മുഴുവൻ ദൈവവചനം കേട്ടു എന്ന് ഇന്ന് വായിച്ചതായിട്ടുള്ള 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കുവാൻ സാധിച്ചു. ദൈവത്തിൻ്റെ ഭാഷ എന്താണ്? ദൈവത്തിൻ്റെ ഭാഷ എന്ന പേരിൽ ഒരു ലേഖനം ഐസക് ഈപ്പൻ എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, ലോകത്തുള്ള കോടാനുകോടി മനുഷ്യർ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട് അവരവരുടെ ഭാഷയിൽ. ഇന്ത്യയിൽ തന്നെ എത്ര ഭാഷകൾ! ദൈവം ഏത് ഭാഷയിലാണ് മറുപടി പറയുന്നത്? നമ്മൾ ദൈവത്തെ കേൾക്കണമല്ലോ. നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം പോരല്ലോ. നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും സമയം കണ്ടെത്തണം. പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ്. പ്രയർ ഈസ് അവർ കമ്മിറ്റ്മെൻറ്റ് ഫോർ ഗോഡ്സ് പർപ്പസ്. ദൈവ ഇഷ്ടത്തിന് നമ്മെ വിധേയപ്പെടുത്തുന്നതാണ്. ദൈവത്തെ കേൾക്കുവാൻ കഴിയുക. ദൈവം ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ ഭാഷ കരുതലിൻ്റെ ഭാഷയാണ്, സ്നേഹത്തിൻ്റെ ഭാഷയാണ്, ലവ് ലാംഗ്വേജ്. വിനയത്തിൻ്റെ ഭാഷയാണ്, സൗഹൃദത്തിൻ്റെ ഭാഷയാണ്, കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയാണ്. അതുകൊണ്ട് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം സ്നേഹമാകുന്നു. കാൾബാത്ത് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ ഒരാഴ്ച പ്രസംഗം കഴിഞ്ഞപ്പോൾ, ഒരാഴ്ച മുഴുവൻ തൻ്റെ പ്രസംഗ പരമ്പര കഴിഞ്ഞപ്പോൾ അതിലിരുന്ന് ഒരാൾ ചോദിച്ചു, അങ്ങ് പറഞ്ഞതെല്ലാം കൂടെ ഒരു വാചകത്തിൽ ഒന്ന് പറഞ്ഞു തരാമോ? ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അപ്പോൾ കാൾബാത്ത് പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ തൻ്റെ മടിയിലിരുത്തി എനിക്കൊരു വാക്യം ചൊല്ലിത്തന്നു. ആ വാക്യമാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം അന്തസത്ത. ഗോഡ് ഈസ് ലവ്. ദൈവസ്നേഹമാകുന്നു. സ്നേഹവാനായിട്ടുള്ള ദൈവത്തെ പങ്കുവയ്ക്കലാണ് സഭയുടെ ദൗത്യം. അതുകൊണ്ട് ശൂന്യമായിട്ടുള്ള കല്ലറയിൽ നിന്നുള്ള വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്രയാണ് ആധ്യാത്മികത എന്ന് വിവക്ഷിക്കപ്പെടാം. ക്രിസ്മസ് ചരിത്രത്തിലേക്ക് കത്തിച്ചു വെച്ച ഒരു ചിരാതാണ്. അതിൽ നിന്ന് ഒരു തിരി കൊളുത്തി സ്വന്തം ആത്മാവിലേക്ക് വയ്ക്കാൻ കഴിയുന്നവർക്കുള്ളതാണ് സുവിശേഷം. ഈ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഉൾക്കാഴ്ചയാണ് നമുക്ക് സാധ്യമായി തരേണ്ടത്. യേശുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടു. അവർ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഈ ഭൗതിക ശരീരം ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. ശിഷ്യന്മാർ ഓടി അവിടേക്ക് വന്നു. പത്രോസും വേറൊരു ശിഷ്യനും, പേര് പറയുന്നില്ല. പത്രോസ് അകത്തേക്ക് കടന്നു. തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്നതായിട്ട് കാഴ്ച കണ്ടു. മറ്റേ ശിഷ്യൻ അകത്തേക്ക് കടന്നു. യേശുവിൻ്റെ ഭൗതിക ശരീരം അവിടെയല്ല. അവൻ കണ്ടു, വിശ്വസിച്ചു. യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. മഗ്ദലക്കാരത്തി മറിയയും മറ്റ് സ്ത്രീകളും യേശുവിൻ്റെ കല്ലറയ്ക്കൽ വന്നപ്പോൾ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടു. പത്രോസ്
തുണി ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. മറ്റേ ശിഷ്യൻ അകത്ത് കടന്നു, കണ്ടു, വിശ്വസിച്ചു. കാഴ്ചയെ ഉൾക്കാഴ്ചയാക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. പെന്തിക്കോസ്തി നാളിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മ നിയോഗം ലഭിച്ചപ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 1-8 വാക്യത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അതിൻ്റെ നിവൃത്തിയാണ് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവർ ഒരുമിച്ച് കൂടിയിരുന്നു, അന്യഭാഷയിൽ സംസാരിച്ചു, എല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. ദേ ഹാഡ് ദി കറേജ് ടു സ്പീക്ക് ആൻഡ് വാട്ട് ദേ സ്പോക്ക് വാസ് അണ്ടർസ്റ്റുഡ് ബൈ ദി പീപ്പിൾ ഹു ഗ്യാതേർഡ് അറൗണ്ട് ഫ്രം ഡിഫറെൻറ്റ് ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്സ്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്ഥരം പറഞ്ഞ്, നിങ്ങൾ ക്രിസ്തു യേശുവിനെ അവൻ കർത്താവും ക്രിസ്തുവുമാക്കി. ദർ വാസ് എ ടോട്ടൽ ചേഞ്ച് ഇൻ ദർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അവർ ആരാധിക്കുന്ന സഭയായി, പങ്കുവയ്ക്കുന്ന സഭയായി, നുറുക്കലിൽ പങ്കുചേരുന്ന സഭയായി, കൂട്ടായ്മ ആചരിക്കുന്ന സഭയായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എത്ര വ്യതിയാനമാണ് ഈ സമൂഹത്തിന് ഒരു പരിശുദ്ധാത്മ നിയോഗത്താൽ ലഭ്യമായത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ടോൾസ്റ്റോയി കഥകളിൽ ബെന്യാമീൻ തൻ്റെ അകത്തെ ക്രിസ്തു പുറത്തെ ക്രിസ്തു എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു ടോൾസ്റ്റോയി കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്, ഒരു ബിഷപ്പും 2 പുരോഹിതന്മാരും കൂടി ആദിവാസികൾ താമസിക്കുന്ന ഒരു ദ്വീപിലേക്ക് സുവിശേഷം പറയുവാനായിട്ട് പോയി. ബിഷപ്പും 2 പുരോഹിതന്മാരുമാണ്. അവർ ഇതുവരെ ദൈവവചനം കേട്ടിട്ടില്ല, സുവിശേഷം കേട്ടിട്ടില്ല. കപ്പൽ പിടിച്ചവിടെ ചെന്നു അവരോട് ദൈവവചനം പങ്കുവച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവിനെക്കുറിച്ച് പറഞ്ഞു. കടലിൽ മീതെ നടന്ന യേശുവിനെക്കുറിച്ച് പറഞ്ഞു. അവരെ വിശ്വാസ തലങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ശേഷം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ മടങ്ങിയാണ്. കപ്പൽ കടലിൻ്റെ ഉൾഭാഗത്താണ് കിടക്കുന്നത്. ബോട്ടിലെവിടെ എത്തി? അവിടുത്തെ ആദിവാസി മൂപ്പന്മാർ ഇവരെ യാത്ര അയക്കുവാൻ വന്നിട്ടുണ്ട്. അവർ കൈവീശി യാത്ര അയക്കുമ്പോൾ ബിഷപ്പ് അവരെ കണ്ടു. കൈവീശിക്കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ബോധഗ്രസ്തനായി. അപ്പോൾ മറ്റേ അച്ഛൻ വന്ന് നോക്കി, എന്താ സംഭവം? അദ്ദേഹവും ബോധം നഷ്ടപ്പെട്ടു. 3-ാമത്തെ ആൾ വന്ന് നോക്കിയപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മൂപ്പന്മാരിൽ 2 പേർ വെള്ളത്തിന്മീതെ നടന്നു വരികയാണ്. അവരടുത്ത് വന്നു, എന്താ ചോദിക്കുന്നത്? കർത്താവിൻ്റെ പ്രാർത്ഥനയിലെ 2-ാമത്തെ വാചകം ഞങ്ങൾ മറന്നുപോയി, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഇത് കണ്ടതായുള്ള ബിഷപ്പും ഒരു പുരോഹിതനും മയങ്ങിത്തറ വീണു. വെള്ളത്തിന്മീതെ നടക്കുന്ന യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ സാധ്യം, പക്ഷേ ഈ പാവപ്പെട്ട ജനത അത് വിശ്വസിച്ചു. അവരത് ഉൾക്കൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്രകാരം വിശ്വാസത്തിൻ്റെ തലത്തിൽ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കണം. 4-ാമത് സാക്ഷ്യം കുരിശിൻ്റെ പാതയിൽ. യേശുവിൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ വിളി, തിരഞ്ഞെടുപ്പ്, നിയോഗം എന്നിവയെക്കുറിച്ചുള്ള നിരന്തരമായ അന്വേഷണത്തിലായിരുന്നു. യേശു അവരെ പഠിപ്പിച്ചു, താൻ എന്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്നു. യേശു പറഞ്ഞു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ശിഷ്യന്മാരും ഈ നിയോഗം ഏറ്റെടുക്കേണ്ടവരാണ്. ആ വലിയ നിയോഗമാണ് തിരുസഭയെ ദൈവം തമ്പുരാനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഗിഫ്റ്റ് ഓഫ് ദി സ്പിരിറ്റ് ആൻഡ് ദി മിഷൻ ഓഫ് ദി ചർച്ച് ആർ ഓൾവേസ് ഇൻ്റർ റിലേറ്റഡ്. പരിശുദ്ധാത്മ നിയോഗവും സഭയുടെ ദൗത്യവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സഭാംഗമായുള്ള ഏബ്രഹാം മാത്യു എന്ന എഴുത്തുകാരൻ എഴുതിയ തിരുവല്ല അറ്റ് 2050 2050, അതിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ടൈറ്റിലും അതാണ്, പുസ്തകത്തിൻ്റെ പേരും അതാണ്. അദ്ദേഹം ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നത് പ്രവാസികളുടെ പർദീസയായ തിരുവല്ലയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ള 2050 തിരുവല്ല എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം ചില പേരുകൾ അവിടെ നൽകുന്നുണ്ട്. മാത്യൂസ് എന്ന് പറയുന്ന പയ്യൻ മെൽബണിലാണ് പഠിക്കുകയാണ്. അവൻ നാട്ടിൽ വന്നു അപ്പച്ചനെ കാണാൻ. ഈ ജോസഫ് എന്ന് പറഞ്ഞ ആളാണ് ഈ അപ്പച്ചൻ. 2050 തിരുവല്ലയിൽ ഈ വീടുകളിലൊന്നും കുറേ ആളുകൾ കുറഞ്ഞു പോകുന്നുണ്ട്. ഈ വീട്ടിൽ ആരുമില്ല. ജോസഫിൻ്റെ വീട്ടിൽ കൊച്ചുമൻ വന്നപ്പോൾ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുവാൻ ആളില്ല. അവർ മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഹോട്ടലുകളിലാണ് പോയി ഭക്ഷണം കഴിക്കുന്നത്. ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് മടങ്ങി വരുമ്പോൾ അവിടെ ബംഗാളി ശബ്ദം, ബീഹാറി ശബ്ദം ഒക്കെയാണ് കേൾക്കുന്നത്. അവർ നന്നായിട്ട് മലയാളം
പഠിച്ച് ഭക്ഷണം സെർവ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആളുകൾ വളരെ ഈ വിഭാഗത്തുള്ളവർ കുറവ്. പള്ളിയിൽ മണിയടിച്ചു. അപ്പം തനിയെ കുരിശ് വരയ്ക്കുവാൻ 3 വിരലുകൾ നെറ്റിക്കേക്ക് ഉയർത്തി. മകനോട് പറഞ്ഞു, മോനെ കുരിശ് വരയ്ക്കുക. അവന് എന്താണെന്ന് പോലും അറിയില്ല. അവനെ കുരിശ് വരച്ച് പഠിപ്പിക്കുകയാണ് ഈ അപ്പച്ചൻ. മുകളിലേക്ക് പൊങ്ങിയതായിട്ടുള്ള കൈ 3 വിരലുമായിട്ട് നെറ്റിക്ക് വെക്കുവാൻ പോയി കൈ താഴേക്ക് വീണു. എബ്രഹാം മാത്യു തൻ്റെ ഈ ചാപ്റ്ററിൽ പറയുന്നത്, കുരിശും ഉയർന്നില്ല, ആ കൈകളും ഉയർന്നില്ല. ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത്, ഈ ആധുനികത നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെയാണ് ഭവനങ്ങളെ അൾത്താരകളാക്കി മാറ്റുവാനുള്ള നിയോഗം നാം ഏറ്റെടുക്കേണ്ടുന്നത്. ആത്മീയത ഒരുവൻ്റെ അകം പൊളിയലാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. നമ്മുടെ ഭവനങ്ങളെ അൾത്താരകളാക്കി മാറ്റുവാൻ കഴിയുക. എങ്ങനെ പത്രോസിന് വിടുതൽ ലഭിച്ചു കാരാഗ്രഹത്തിൽ നിന്ന്? അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമുണ്ടായിരുന്നു. സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു, അവന് വിടുതൽ ലഭിക്കുന്നു. അവൻ ആ രോധ എന്ന് പറയുന്ന പെൺകുട്ടി കാണുമ്പോൾ അവിടെ പറയുന്നുണ്ട്, സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ ധാരാളം പേർ കൂടി വന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. മരണമുറങ്ങുന്ന പിരമിഡുകളേക്കാൾ ജീവൻ തുടിക്കുന്ന കിളിക്കൂടുകളാണ് സുന്ദരം. ഈജിപ്തിൽ ഫറോകളെ അടക്കിയതായിട്ടുള്ള പിരമിഡുകൾക്കുള്ളിൽ അസ്ഥി പഞ്ചരങ്ങൾ, അസ്ഥി കഷ്ണങ്ങൾ, മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്നതായുള്ള കിളിക്കൂടുകളിൽ ജീവൻ്റെ കളകളാരവുമുണ്ട്. അതുകൊണ്ടാണ് ഈ വാചകം ഞാൻ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത്. മരണമുറങ്ങുന്ന പിരമിഡുകളേക്കാൾ ജീവൻ തുടിക്കുന്ന കിളിക്കൂടുകളാണ് സുന്ദരം. പണമുണ്ടെങ്കിൽ വീട് സാധ്യമാണ്. പാർക്കുന്നത് ആര് എന്നുള്ളത് പ്രധാനമാണ്. വി ക്യാൻ ബിൽഡ് ഹൗസസ് വിത്ത് ബ്രിക്സ് ആൻഡ് സ്റ്റോൺസ്, ബട്ട് ഹോംസ് വിത്ത് കൈൻഡ്ലി ഫേസസ്. നമുക്ക് പണമുണ്ടെങ്കിൽ മണിസൗധങ്ങൾ പടുത്തുയർത്താം. എന്നാൽ മനോഹരമായുള്ള ഭവനങ്ങൾ ദൈവസ്നേഹം ഉൾക്കൊള്ളുന്ന ഇടങ്ങളിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിളയുടെ കഥാകൃത്ത് സമീപ സമയത്താണല്ലോ കഥാവശേഷനായത്. M.T. വാസുദേവൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അവനവൻ ആവശ്യമുള്ളതിൽ ഒതുങ്ങി ജീവിക്കുക എന്നതല്ല. ഇത് ഗാന്ധിജിയൊക്കെ പറഞ്ഞതായിരിക്കാം. കേരളമാണ് ഇന്ത്യയിൽ തന്നെ ഈ കൺസ്യൂമറിസത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാനം, ആർജിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന സമൂഹം. ആനന്ദ് എഴുതിയ പുസ്തകം ഭൂമി ശവക്കോട്ടയാകുന്ന കാലം, അതിൽ അദ്ദേഹം എഴുതിയിരിക്കുക, മാതൃഭൂമി ബുക്സാണത് പബ്ലിഷ് ചെയ്ത്, എൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുക, ഇരുളിനോട് പൊരുതുവാൻ വെളിച്ചത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇരുളിനോട് പൊരുതുവാൻ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. ഇരുളിനോട് പൊരുതുവാൻ വേറെ ആർക്കും സാധ്യമല്ല, അത് വെളിച്ചത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ആധ്യാത്മിക മേഖലകൾ അപ്രകാരം ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്നതായുള്ള സംഗതിയാണ്. ബെന്യാമീൻ എഴുതിയ പുസ്തകമാണല്ലോ കടൽ കടന്ന മാലാഖമാർ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കുന്ന ഒരു കമ്പനിയായി കേരളം മാറ്റപ്പെട്ടിരിക്കും, കേരളമായി എന്ന് പറയാറുണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ വിലയില്ല, അതിന് വിലയുള്ളത് അങ്ങ് വിദേശങ്ങളിലാണ്. മലയാളിയുടെ രക്തത്തിൽ കലർന്നുപോയ സ്വപ്നങ്ങളിലൊന്നാണ് കുടിയേറ്റം. പഴയ ഇടങ്ങളൊന്നൊന്നായി അടയുമ്പോഴും അവർ പുതിയ വാതിലുകൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു. ബെന്യാമീൻ എഴുതിയ ഈ പുസ്തകം ആടുജീവിതം എന്ന സിനിമ, അതിലെ നജീബ് കുടിയേറ്റ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ അത്യാഗ്രഹങ്ങളുടെ മറ്റൊരു പേരാണ് മാലിന്യം. അത് മാറ്റുവാൻ, ഹൃദയത്തിലെ മാലിന്യം തൂത്തു മാറ്റുവാൻ ഒരു ചൂല് അതിനാവശ്യമാണെന്ന് കുഞ്ഞുണ്ണി മാഷാണ് എഴുതിയത്. ശ്രീകുമാരൻ തമ്പി ലോകം കണ്ട ഏറ്റവും വലിയ ആധ്യാത്മികാചാര്യൻ, ഒരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ശ്രീകുമാരൻ തമ്പി പറയുന്നുണ്ട്, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഗുരുവിൻ്റെ പാദം കഴുകുന്നത് അന്ന് സ്വാഭാവികമായിരുന്നു. ഗുരുവിൻ്റെ പാദം ശിഷ്യർ കഴുകുന്നത് സ്വാഭാവികമായിരുന്നു. ഇവിടെ ഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കി ആ ഇടങ്ങളിൽ ക്രിസ്തീയ മൂല്യങ്ങൾ, കമ്പോള മൂല്യങ്ങൾക്ക് വ്യത്യസ്തമായുള്ള ദൈവരാജ്യ മൂല്യങ്ങൾ സംവേദനം ചെയ്യുവാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം കൂടുതൽ അർത്ഥപൂർണമായി തീരുന്നത്. നമ്മുടെ അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനി മാരാമൺ കൺവെൻഷനിൽ ദീർഘവർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, വയനാട്ടിൽ നിന്നൊരു വല്യമ്മ, മലയോര പ്രദേശത്ത് നിന്നൊരു വല്യമ്മ മാരാമൺ കൺവെൻഷൻ കേൾക്കാൻ വളരെ ആർത്തിയോടെ ദൂരം താണ്ടി ഇവിടെ വന്നു.
അന്ന് പ്രസംഗിച്ചതൊരു സായിപ്പാണ്. ആ സായിപ്പിൻ്റെ പ്രസംഗ വിഷയം കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകുമെന്നാണ്. അവർ അത് വളരെ ശ്രദ്ധയോടെ കേട്ടു. കാരണം ഒരു വലിയ മല കടന്ന് വശത്ത് ചെന്ന് വേണം ഓലിയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഉപയോഗിക്കുവാൻ. അങ്ങനെ മലയുള്ള പ്രദേശത്താണ്, മലയോര പ്രദേശത്താണ് അവർ താമസിക്കുന്നത്. അവർ ചിന്തിച്ചു ഈ മലയുടെ അവസാന ദിവസമായിരിക്കുമെന്ന്. അവർ പ്രസംഗമെല്ലാം കഴിഞ്ഞു. അതിൻ്റെ സമാപ്തിക്ക് മുൻപായിട്ട്, ബെനഡിക്ഷൻ പറയുന്നതിന് മുൻപായിട്ട് ഇവിടെ നിന്ന് യാത്ര ചെയ്തു. ആ മല കയറി ഇറങ്ങി അവർ വീട്ടിലേക്ക് പോകുന്നു. പറഞ്ഞു, നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി കഥകടച്ചിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് കടുകുമണിയോളം അല്ല, അതിലുപരി വിശ്വാസമുണ്ട്. കുറേ പ്രാർത്ഥിച്ച ശേഷം കതവ് തുറന്ന് നോക്കിയപ്പോൾ മല അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഈ വല്യമ്മ പറഞ്ഞു, ആ സാഹിബിനെ വിശ്വസിച്ച എന്നെ വേണം പറയാൻ, സാഹിബിനെ വിശ്വസിച്ച എന്നെ വേണം പറയാൻ. എന്താണ് പ്രാർത്ഥന? പ്രയർ ഈസ് അവർ കമ്മിറ്റ്മെൻറ്റ് ഫോർ ഗോഡ്സ് പർപ്പസ്. ദൈവസ്നേഹത്തോട് ബന്ധപ്പെട്ട്, ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളോട് ബന്ധപ്പെട്ട് നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന കാര്യമാണ്. ആധുനികത ഏറ്റവും അധികം അടിച്ചമർത്തലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ആഘാതമേൽപ്പിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്കാണ്. ഈ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കി തീർക്കുവാൻ, അന്യോന്യമുള്ള സ്നേഹബന്ധത്തിൽ നിലനിൽക്കുവാൻ, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായുള്ള ജീവിതശൈലി രൂപപ്പെടുത്തുവാൻ നമുക്കിടയായി തീരണം. അങ്ങനെ കുടുംബങ്ങളിൽ അൾത്താരകൾ രൂപപ്പെടുവാൻ സാധിക്കുമ്പോഴാണ് ലോകത്തിന് വിടുതൽ സാധ്യമായി തീരുന്നത്. ഇന്ന് അനേകർ ലഹരിയുടെ തടവറയിലാണ്, ഇന്നനേകർ മോഹഭംഗങ്ങളുടെ തടവറയിലാണ്, നിരാശയുടെ തടവറയിലാണ്. ഈ തടവറയിലായിരിക്കുന്നവർക്ക് വിടുതൽ സാധ്യമായി തരുന്നത് നമ്മുടെ ഭവനങ്ങൾ അൾത്താരകളായി, പ്രാർത്ഥനാ ഇടങ്ങളായി രൂപപ്പെടുമ്പോഴാണ്. അപ്രകാരമുള്ള പ്രാർത്ഥനാ ഇടങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ രൂപപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ രൂപപ്പെടുവാൻ ഈ വചന കേൾവിയാൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കുമാറാകട്ടെ.